എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ഡിസംബർ 4 തീയതി ബുധനാഴ്ചയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:13, നടപടി പുസ്തകത്തിലെ 1:8. 21:10 വായിക്കാൻ വിശുദ്ധ ലൂക്കാ സുവിശേഷം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും. ഓക്കെ, ഇനി നടപടി 1:8 വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സഭ എന്തിനു വേണ്ടിയാണ് ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടത്? കുദാശകളെ മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണോ? നമ്മൾക്ക് പരിശീലനം ലഭിക്കേണ്ടത് സാക്ഷികളായിരിക്കാനാണ്. വേദപാഠത്തിന്റെ ലക്ഷ്യം എന്താണ്? സാക്ഷ്യമാണ്. ദൈവം നമ്മളുടെ മുമ്പിൽ അന്വേഷിക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിലെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സാക്ഷികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം അവസാനിക്കാൻ പോണത്. നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് നിന്റെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? സാക്ഷികളായിക്കൊണ്ട് വർദ്ധിക്കത്തുള്ളൂ. സാക്ഷിക്ക് എന്താ വേണ്ടത്? എന്താ ചെയ്താലും ദൈവനാമത്തിന് മഹത്വത്തിനായിരിക്കണം. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ് കൂടുതൽ സാക്ഷ്യം വഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പീഡനങ്ങളും ഞെരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോ പറയണത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവഗണന, നമുക്ക് കേട്ടിരിക്കുന്ന നിരാകരണം, നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഒറ്റപ്പെടലുകൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടിവെക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ സംവഹിക്കണത്, ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മൾ ഏറ്റുപറയണതും അവൻ്റെ പീഡാനുഭവങ്ങളെയും മരണത്തെയും പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഇതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ ഒരു ക്രിസ്തു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് എന്നാ പറയണത്, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പം നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇപ്പം നിൻ്റെ ജീവിതത്തിലെ സാധാരണ നീ ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ നീ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നീ ഒരു വീട്ടമ്മയാണ്, ഇതായിക്കോട്ടെ. അപ്പം സാധാരണ വീട്ടിൽ അമ്മയെക്കാളൊക്കെ ചിലപ്പോൾ നിനക്ക് ജോലിക്ക് തടസ്സമുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. സാധാരണ അപ്പന്മാരെക്കാൾ ഇരട്ടിപ്പണി ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കാരണം. ചിലപ്പോൾ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ നീ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ചിലക്ക് ഒറ്റ വായനക്ക് മനസ്സിലാവും. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറേ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ഇരുന്ന് വായിക്കും? ഇന്നുവരെ വായന നിർത്തിയിട്ടുമില്ല. അപ്പോഴെന്താ അത് ഇപ്പം മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ക്ലേശമാകും. ഈശോ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് ഇത് നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ അതെല്ലാം സാക്ഷ്യത്തിൻ്റെ അവസരമായി ദൈവനാമ മഹത്വത്തിനെ കാഴ്ചവെക്കണം. അത് ഇന്നുവരെയാണ് കാഴ്ചവെക്കേണ്ടത്. നടപടി 1:8 പറയാൻ എന്താണ്? ഭൂമിയുടെ അതിർത്തികൾ വരെ. ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്റാർട്ടിക്ക വരെ വല്ലതാണ്? അതൊന്നും അല്ല. നമ്മുടെ ജീവിതം എപ്പോൾ തീരുന്നു അപ്പം വരെ. അവസാനത്തെ ശ്വാസമാണ് നമ്മുടെ. എപ്പോൾ നിലക്കുന്നു, നമ്മൾ എപ്പോൾ കിടപ്പിലാകുന്നു, എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന ആൾ എപ്പോഴാണ് കിടന്നു പോണത്, അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി. അതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ സാക്ഷ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ശക്തി പ്രാപിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുണ്യത്തെ പുരോഗമിക്കുക. പ്രൈസ് ദി ലോർഡ്.